മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് 2 പ്രഭാഷണങ്ങൾ, ഒന്ന് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില്, 2 പെരുമ്പാവൂര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ. വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ധാരാളം വ്യക്തികൾ, ആയിരക്കണക്കിന് വ്യക്തികൾ അകത്തും പുറത്തും ഈ പ്രഭാഷണം കേൾക്കാനായിട്ടുണ്ടായിരുന്നു. ആ പ്രഭാഷണത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഒരേപോലെ പറയാറുണ്ട്. പക്ഷെ മലയൻകീഴ് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ച അതെല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയാം. ആ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ഒരു കോൺഗ്രസ്സുകാരനാണ്, നല്ല കോൺഗ്രസ് വർക്കറാണ്. സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ട്രഷററും എല്ലാം പല പല സംഘടനകളിൽപ്പെട്ടവരാണ്. അതിൽ RSSകാരുണ്ട്, NSSകാരുണ്ട്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും RSPയും നാടാരും എല്ലാ വിഭാഗക്കാരും ഉണ്ട്. വെറുതെ ഞാൻ അമ്പലത്തിലെ പ്രസിഡന്റിനോട്, വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ഞാൻ നേരത്തെ നേരത്തെയുള്ള പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറയുമായിരുന്നു, ആ അമ്പലം ദേവസ്വം ബോർഡാണെങ്കിലും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. 13 പേരോളം നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 13 പേരെയും ഭരണ സമിതിയിലേക്ക് എടുക്കും. 12 13 താഴെയാണെങ്കിൽ അവരൊരുമിച്ച് ചേർന്ന് ഭരണസമിതി ഉണ്ടാക്കും. 1 2 പേരെ കോപ്റ്റ് ചെയ്തിട്ട് 13 പേരെ ആക്കും. പക്ഷെ അവിടെ കണ്ട, അത് കഴിഞ്ഞിട്ട് ആ കമ്മിറ്റിയിൽ കണ്ട ഒരു പ്രത്യേകത, എത്ര പേര് നോമിനേഷൻ കൊടുത്താലും അവരുടെ എല്ലാം പേര് റോളിലിട്ട് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും കുട്ടികൾ വന്ന് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് അതിൽ ഓരോന്നായിട്ട് എടുപ്പിക്കും. അതിൽ ആദ്യത്തെ പേര് അത് കമ്മിറ്റി അംഗങ്ങളല്ല, അല്ലെങ്കിൽ 13 പേരെ എടുത്തിട്ട് അവര് ചേർന്ന് പാനൽ ഉണ്ടാക്കി പ്രസിഡന്റ് സെക്രട്ടറി ആവലല്ല. ഏറ്റവും അഭികാമ്യമായ ജനാധിപത്യമായിട്ട് തോന്നിയത്, ആദ്യം എടുക്കുന്ന പേര് ആരാണോ അയാൾ അമ്പലത്തിന് പ്രസിഡന്റ്, രണ്ടാമത് എടുക്കുന്നത് സെക്രട്ടറി, മൂന്നാമത് എടുക്കുന്ന വൈസ് പ്രസിഡന്റ്, നാലാമത് എടുക്കുന്നത് ജോയിന്റ് സെക്രട്ടറി, അഞ്ചാമത് എടുക്കുന്ന ട്രഷറർ, ബാക്കിയുള്ളത് കമ്മിറ്റി അംഗങ്ങൾ. വളരെ ലളിതമാണ്. ഇവിടെ പാനലില്ല, വോട്ടിംഗ് ഇല്ല, അടിയില്ല, ഇടിയില്ല, ഒന്നുമില്ല. എന്ത് രസാ നോക്കാം. ആരെല്ലാം ഇലക്ഷന് നിൽക്കാൻ താല്പര്യമുണ്ടോ, എത്ര പേരുണ്ടെങ്കിലും അവർക്കെല്ലാം പേര് കൊടുക്കാം. വോട്ടിംഗ് ഇല്ല, റിസീവറും വേണ്ട, അഡ്വക്കേറ്റും വേണ്ട, പാചകോടിയില്ല, അടിയില്ല. ഏത് സംഘടനയ്ക്കും ഗംഭീരമായിട്ട് ജീവിതത്തിൽ അവരുടെ കർമ്മമണ്ഡലത്തിൽ പകർത്താവുന്ന ഒരു സംവിധാനം. 40 പേര് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, 40 പേരുടെയും പേര് ഒരേപോലെ എഴുതിയിട്ട് പാത്രത്തിലിട്ടിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ വെച്ചിട്ട് അതിലെ 13 പേരെ എടുക്കുക. ഒരാൾ നോക്കി നിൽക്കാനുണ്ടാവും, ഒന്നാമത്തെ ആളുടെ പേരെടുത്തു, അയാൾ നോക്കി 3 വിറ്റ്നസ് ഉണ്ടാവും, അയാൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. ഇത്ര ഭംഗിയായിട്ട് ഒരു ഇലക്ഷൻ നടക്കാം. എല്ലാവരും യോജിച്ചു പോവാം. പിന്നെ അവിടെ വേറെ യാതൊരു പ്രശ്നമില്ല. എനിക്ക് ഏറ്റവും നന്മ നിറഞ്ഞ രീതിയിലുള്ള ജനാധിപത്യമായിട്ടാണ് അത് തോന്നിയത്. ഇനി മറ്റൊന്ന് പെരുമ്പാവൂര്, അവിടെയും ഇതേപോലെ ആത്മാർത്ഥതയുള്ള ഒരു കമ്മിറ്റിയാണ് 2 മാസങ്ങൾക്ക് മുമ്പ് അധികാരമേറ്റത്. അപ്പോൾ അതിലുണ്ട് എല്ലാ വിഭാഗക്കാരുണ്ട്, ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, RSSകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു വിഷമവും ഇല്ലാണ്ട് അവർ നല്ലതായിട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. മാത്രമല്ല, ചില കാര്യങ്ങൾ, ഇപ്പൊ എൻ്റെ പ്രഭാഷണമൊക്കെ സംഘടിപ്പിച്ചത് കമ്മിറ്റി അംഗങ്ങളല്ല, ആ കമ്മിറ്റിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, ഇല്ലാത്ത, പണ്ട് ഉണ്ടായിരുന്നു കമ്മിറ്റിയായിട്ട്, കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ വ്യക്തിയെ അയാൾ ചെന്ന അമ്പലത്തിലെ കമ്മിറ്റിയോട് പറയാണ്, ഇന്ന ആളുടെ പ്രഭാഷണം അല്ലെങ്കിൽ ഇന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന വർക്ക്, അത് ഈ ഉത്സവകാലത്തെ മുഴുവനും ഉത്തരവാദിത്തം ഞാൻ നോക്കിക്കോളാം. ആ വ്യക്തി കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ പോലും ആ വ്യക്തിയെ അങ്ങോട്ട് മുഴുവൻ ഏൽപ്പിക്കുകയാണ് കമ്മിറ്റിക്കാരൻ. അപ്പൊ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, ഞാൻ ട്രഷറർ, ഞങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അകത്തുള്ളവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നു,
പുറത്തുള്ളവർ ചെയ്യാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞു വരുന്നവരെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കാം. ഈ പെരുമ്പാവൂര് ശരിക്കും ആ അമ്പലത്തിലാണ് പണ്ട് ഒരു ഗർഭിണിയായ പശുവിനെ മുസ്ലിങ്ങള് അമ്പലപ്പറമ്പിൽ അറുത്ത് കൊന്ന് ഇറച്ചിയാക്കി വിറ്റതിന്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ആ അമ്പലപ്പറമ്പിൽ ഗർഭിണിയായിട്ടുള്ള പശുവിനെ അറുത്തതിന് RSSകാരും മറ്റുള്ളവരും പ്രതികരിച്ചു. അതിനെ കമ്മ്യൂണിസ്റ്റുകാർ വർഗീയമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച് അതിനെ ഹിന്ദു മുസ്ലിം ലഹള വരെയാക്കാൻ ശ്രമിച്ച് ആ മൗലവി അയാൾ മന്ത്രം ചൊല്ലിയോ കുന്ത്രം ചൊല്ലിയോ ആ പശുവിനെ കൊന്നതിന് വന്ന ആളെ അറസ്റ്റ് ചെയ്യിക്കാതെ സംരക്ഷിക്കാൻ നോക്കി. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷന്റെ പിൻവാതിലിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാര്, ഹിന്ദുക്കളായ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ സംരക്ഷിച്ചു മാറ്റി മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട്. ഇങ്ങനെ കുറെ പ്രോബ്ലം നടന്നൊരു അമ്പലമായിട്ട് പോലും ഇപ്പോ ഈ പ്രഭാഷണം കേൾക്കാൻ വന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. പിന്നെ മറ്റ് മതത്തിലുള്ളവർ ധാരാളം ഉണ്ടായിരുന്നു. അത്ഭുതകരമായി സന്തോഷം തോന്നിയ ഒന്ന്, അമ്പലത്തിലെ പ്രവർത്തകര് 700ഓളം 800ഓളം 1000ഓളം പേർക്ക് ഭക്ഷണം തയ്യാറാക്കിയിരുന്നു വർക്കിംഗ് ഡേ ആയിട്ട്. പക്ഷെ അതിന്റെ 2-3 ഇരട്ടി ആൾക്കാർ ഭക്ഷണത്തിന് വന്നു. നമ്മൾ ഈ പ്രഭാഷണം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ഏതാണ്ട് 2:45 മണി വരെ ഉച്ചയ്ക്ക് വേദ ക്ലാസ് എടുത്തു. ആ വേദ ക്ലാസ് കേൾക്കാൻ പഠിക്കാൻ എത്ര പേരാ അവിടെ ഉണ്ടായിരുന്നേ. എനിക്ക് ശരിക്കൊരു അത്ഭുതവും അഭിമാനവും സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിലും എനിക്ക് വന്നു. കാരണം ഇത്രയും പേര് വേദം പഠിക്കാനായിട്ട് മുമ്പോട്ട് വരിക, ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കാതെ. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേദം വായിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് ആർക്കും അന്നദാനത്തിൽ ചോറ് കിട്ടില്ല, ഇന്ന് ഹോട്ടലിൽ പോയിട്ട് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അതൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ മുഴുവനും ഇരുന്ന് അത് പഠിച്ച് ഒരു 10-25 പേജ് ഈ നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് വിശക്കുന്ന വയറില് അതെല്ലാം അവർ വായിക്കാൻ പഠിച്ചിട്ടാണ് അവർ പോയത്. ഈ 2 അനുഭവങ്ങൾ മലയൻകീഴ് കൃഷ്ണസ്വാമി ക്ഷേത്രത്തില് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടന്ന അനുഭവവും മറ്റ് ക്ഷേത്രങ്ങൾക്ക് ഒരു മാതൃകയാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, മറ്റ് സംഘടനകൾക്കും ഒരു മാതൃകയാവട്ടെ. എത്രയോ സംഘടനകൾ ഈ ഇലക്ഷന്റെ പേരില് അതിനു മുമ്പും ഇലക്ഷൻ സമയത്തും അതിനുശേഷവും തമ്മിലടിച്ചും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അത് മുമ്പോട്ട് പോകുന്നു. പിന്നെ ഈ അടിച്ചവരും തെറി പറഞ്ഞവരും കയ്യാങ്കളി കളിച്ചവരും എല്ലാവരും കൂടി ചേർന്ന് മനസ്സോടെ ഒരുമിച്ചിരുന്ന് ഭരിക്കേണ്ടി വരുന്ന ആ ഗതികേട് അതൊക്കെ ഒഴിവാക്കാൻ ഇത് വളരെയേറെ സഹായിക്കും. ധാരാളം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് ചേരുന്നുണ്ട്. പിന്നെ അമ്പലങ്ങളിൽ ഭരണസാരഥ്യം ഏറ്റെടുക്കണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് പിണറായി വിജയൻ പാലക്കാടിരുന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അമ്പലത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ധാരാളം മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മുമ്പോട്ട് മെയ് 16-ാം തീയതി വരെ, ഇലക്ഷൻ ദിവസം വരെയെങ്കിലും വരുമായിരിക്കാം, അവരെയും നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അടിച്ചകത്താക്കിയിട്ട് എല്ലാം കൂടി ചേർത്ത് ഭാരതത്തെയും ഭാരതീയ ഋഷിവര്യന്മാരെയും അനുസരിക്കുന്ന ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ഈ ക്ഷേത്രങ്ങളിലൂടെ പരസ്പരം വഴക്കും കോൺഫ്ലിക്റ്റും ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.